പ്രമുഖ സൂഫി വര്യൻ നൂരി ഷാ ജീലാനി തങ്ങൾ ഹൈദരാബാദിൽ നിന്ന് പ്രബോധനാർത്ഥം കേരളത്തിലെത്തിയതിന്റെ 75 വർഷം തികയുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആഘോഷ മഹാസമ്മേളനം 22-ന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന മഹാസമ്മേളനത്തിൽ നൂരി ഷാ തങ്ങളുടെ പൗത്രൻ സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ ജീലാനി നൂറിഷാനി ഹൈദരാബാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിൽസില നൂരിയയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി ഒരുക്കുന്നത്. കേരള മുസ്ലിങ്ങളുടെ ആത്മീയ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ പണ്ഡിതനായിരുന്നു നൂറുൽ മശായിഖ് എന്ന സവിശേഷ പേരിൽ അറിയപ്പെടുന്ന നൂരി ഷാ ജീലാനി തങ്ങൾ. നൂരി ഷാ തങ്ങൾ കേരളത്തിൽ വന്നതിൻ്റെ 75-ാം വാർഷികം മലയാള മണ്ണിൽ ദിവ്യ പ്രകാശമായി നൂരി ഷാ തങ്ങൾ എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. 22-ന് വൈകിട്ട് 7-ന് പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഹസ്രത്ത് നൂരി നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ 23-ാമത്തെ പൗത്രൻ ഷംസുൽ മശായിഖ് അഹമ്മദ് മുഹിയുദ്ദീൻ ജീലാനി നൂരി ഷാ ഷാനി ചിസ്റ്റി ഖാദിരി ഹൈദരാബാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 90 വരെ മഹാനവറുകൾ പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിന്റെ പിന്തുടർച്ചയായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ജാനസീൻ മൂത്ത മകൻ സയ്യിദ് ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസുല്ലാഹു സിറൂഹ മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസുല്ലാഹു സിറൂഹ മഹാനവറുകളും 10-32 കൊല്ലം മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നവരെ പ്രവർത്തിക്കുകയും കേരളത്തിന്റെ അങ്ങേ ഭാഗം മുതൽ ഒറ്റൊരറ്റം വരേക്കും മഹാനവറുടെ നീണ്ട പ്രവർത്തനം വളരെ ഉചിതമായി തരീഖത്ത് കോൺഫറൻസ്, അതുപോലെ തെർബിയത്ത് ക്യാമ്പ് എന്നൊക്കെ തുടങ്ങിയുള്ള പേരിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വളരെയധികം മദ്രസകളും അതേപോലെ തന്നെ ഖാൻഗാഹുകളും സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ അത് ഇന്ന് 75-ാമത്തെ വാർഷികമായിട്ട് നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട അവരുടെ പിൻഗാമിയായ നൂരി ഷാ സാനി തവ്വലല്ലാഹു ഉംറഹു, ആ മഹാനവറുകൾ ഷംസുൽ മശായിഖ് നൂരി ഷാ സാനി തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ അവരുടെ അധ്യക്ഷതയിലാണ് അവരാണിത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു കൊല്ലത്തെ നീണ്ടു നിൽക്കുന്ന ഈ പ്രചരണം പരിപാടി ഈ മുസ്ലിം കേരളത്തിന് പ്രത്യേകിച്ചും ഈ മഹത്തായ ദൗത്യം, ഈ വിഷയം ഈമാനികമായ അഖീദപരമായ വിശ്വാസപരമായ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രത്യേകമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മഹാനവറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 75 വർഷം മുമ്പാണ് നൂരി ഷാ തങ്ങളുടെ വരവോടെ കേരളക്കരയിൽ ഖാൻഖാവുകളും അവിടങ്ങൾ കേന്ദ്രീകരിച്ച് മത പഠനശാലകളും ആരംഭിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും സുപ്രധാനമായ നിരവധി സമ്മേളനങ്ങളിൽ പങ്കെടുത്തും ത്വരീഖത്ത് കോൺഫറൻസുകൾക്കും ആത്മീയ തർബിയത്ത് ക്യാമ്പുകൾക്കും നേതൃത്വം നൽകിയുമാണ് പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ അന്ന് ജീവിച്ചിരുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദു, പറവണ്ണ മദീനക്കുട്ടി മുസ്ലിയാർ നവറല്ലാഹു, അതുപോലെ അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു തുടങ്ങിയുള്ള ഉന്നതരായ മഹാന്മാരുടെ നേതൃത്വത്തിൽ അക്കാലത്ത് ദീനീ രംഗത്ത് ഒരു പ്രവർത്തനം, ആത്മീയമായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വടകര ഉസ്താദുലും മദ്രസയുടെ ഒരു സമാപനത്തോടനുബന്ധിച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം വേണമെന്നുള്ള നിലക്ക് അന്ന് ജീവിച്ചിരുന്ന കുട്ടി ഹസനാജി നവറല്ലാഹു മർക്കദു ഹസൻ അലി ഷാനൂരി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കേരളത്തിലേക്ക് പരിചയപ്പെടുത്തി. അങ്ങനെ ഈ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്ന് പറഞ്ഞ മാതിരി മഹാനവറുകളുടെ നീണ്ട കാലം പ്രവർത്തിക്കുകയും ഈ മഹത്തായ ദൗത്യം പ്രത്യേകിച്ചും ത്വരീഖത്ത് കോൺഫറൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സമ്മേളനങ്ങൾ ആത്മീയ രംഗത്ത് ഈ വിഷയം ഇവിടെ വളരെ കുറച്ച് ആദ്യം മുമ്പ് ഉണ്ടായിരുന്നു. വളരെ ഊർജിതമായി പൊന്നാനി മഖ്ദൂമികളും അതുപോലെയുള്ള മമ്പറത്ത് തങ്ങളും അതുപോലെയുള്ള ഉന്നതരായ മഹാന്മാരൊക്കെ നടത്തിക്കൊണ്ടിരുന്നെങ്കിലും പിൽക്കാലത്ത് കുറച്ചു കാലം അതിന് ഒരു മങ്ങലേൽക്കുകയും സ്വാഭാവികമായി അങ്ങനെ വരാറുണ്ട്. അങ്ങനെ അങ്ങനെയേറ്റ സമയത്തായിരുന്നു മഹാനവറുകളുടെ ആഗമനം. മഹാനവറുകളോട് പരിചയപ്പെടുത്തിയത് അന്നത്തെ ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവറല്ലാഹു മർക്കദു, അതുപോലെയുള്ള PMS പൂക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദു, അവരൊക്കെ ഉൾക്കൊള്ളുന്ന സാദാത്യങ്ങളുടെ നേതൃത്വവും അതുപോലെ തന്നെ സമസ്തയിലെ ഉന്നതരായ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരുടെയൊക്കെ നേതൃത്വമാണ് നമ്മൾക്ക് കേരളത്തിലേക്ക് ഇവരെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ മഹാനവറുകൾ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ത്വരീഖത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ, ത്വരീഖത്ത് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അന്നിവിടെ സാധാരണക്കാർക്ക് അറിയില്ലായിരുന്നു. അഥവാ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഈമാനികമായ വിഷയം
എങ്ങനെയാണോ അമ്പിയാക്കൾ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത് അള്ളാഹുവിലെ അടിമകളെ കലിമ മുഖേന അള്ളാഹുവിലേക്ക് അടുപ്പിച്ചതെങ്കിൽ ആ മഹത്തായ വഴി അത് കേവലം ഒരു പുസ്തകങ്ങളിൽ കൂടിയോ പ്രസംഗങ്ങളിൽ കൂടിയല്ല, അത് അനുകരണ അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ച് കാണിച്ച ഒരു മഹാവ്യക്തിയാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് സയ്യിദ് നൂരിഷാ ഖദ്ദസല്ലാഹു സിർറഹു മഹാനവർ. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അനുസ്മരിക്കാൻ കൂടിയാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിൽസില നൂരിയ നേതാക്കളും സമ്മേളനത്തിലെത്തും. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമ്മേളനത്തോടെ തുടക്കമാവുക എന്ന് സിൽസില നൂരിയ സംസ്ഥാന പ്രസിഡന്റ് യൂസുഫ് നിസാമി ഷാ സുഹൂരി, ജനറൽ സെക്രട്ടറി അലവി മുസ്ലിയാർ, നവാസി ഷാ സുഹൂരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരവാഹികളായ എം അബ്ദുള്ള മുൻഷി, സി മൂസ വാഖവി, പി ഖാജ മൊയ്യുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.